നമുക്കിന്ന് സിമ്പിളായിട്ട് ഒരു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കി വെക്കാലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു പ്രവാസി ഷെഫ്. നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകെണ്ണ എടുക്കട്ടോ, അതൊന്നുകൂടെ ടേസ്റ്റ് ആവും. അതിലേക്ക് കടുക് പൊട്ടിച്ചെടുത്തതിന് ശേഷം അത്യാവശ്യത്തിന് കറിവേപ്പിലും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ കാലാവസ്ഥ മാറിയോണ്ട് തന്നെ സൗണ്ട് പോയി കിടക്കുകയാണ്, അതുകൊണ്ട് തന്നെ സൗണ്ടിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. പിന്നെ നമുക്ക് അതിലേക്ക് നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഇതിൽ മസ്റ്റ് ആയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, കടുകും കറിവേപ്പിലയും ഉലുവയും കൂടിയും വറുത്ത് പൊടിച്ചെടുത്ത പൊടിയാണ് ഇത്. ഇതിപ്പോൾ നമുക്ക് അച്ചാറിക്ക് മാത്രമല്ല കേട്ടോ, ഏതെങ്കിലും ഒരു കറിയിൽ കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടേസ്റ്റ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാൻ പറ്റിയ സാധനം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമ്മളിവിടെ ഏറ്റവും സിമ്പിളായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാന്ന് കേട്ടോ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാൻ അറിയുണ്ടാവും. പിന്നെ നല്ല റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതൊന്ന് ഇളക്കിയിട്ട് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് തൊലി കളഞ്ഞിട്ടാണ് ഇവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഷ്ണാക്കി മുറിച്ചിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ മെയിൻ പരിപാടീസൊക്കെ ആയിട്ടു. ഇത് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് സുർക്ക ചേർത്ത് കൊടുക്കാം. നമ്മളെ വിനാഗിരിക്കാണ് സുർക്ക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞാൽ എടുത്താണ്ടല്ലോ നല്ല അടിപൊളി ഒരു വെളുത്തുള്ളി അച്ചാർ റെഡിയാണ്.